പക്ഷേ വിദ്യാസാഗർ ഗുരുമൂർത്തി, കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നുപോലും ഒന്ന് ചിന്തിക്കാതെ, അല്ലെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ ഇത്രയധികം വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും എല്ലാ മേഖലകളും, അതൊന്നും ചിന്തനീയമേ അല്ല. പകരം ഫലസ്തീനു വേണ്ടി മുറവിളി കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. അത് പറഞ്ഞല്ലോ, പലസ്തീനല്ല, അടിസ്ഥാനപരമായിട്ട് അവരുടെ ആവശ്യം ധനവും അധികാരവുമാണ്. ധനത്തിനും അധികാരത്തിനും വേണ്ടി എക്കാലത്തും ഏത് കുറുക്കുവഴിയും സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് CPIM. അപ്പൊ അവർ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ ആഗോള പ്രശ്നങ്ങൾ പറയുന്നതിന്റെ കാരണം, ഒന്ന്, ഞങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, ബുദ്ധിമാന്മാർക്ക് പറ്റിയ പാർട്ടിയാണ് എന്നൊക്കെ ഒരു കാലത്ത് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. എന്താ പറയാ, താത്വിക അവലോകനം, പ്രത്യയശാസ്ത്രം, പിന്നെ പ്രതിക്രിയാവാതകം എന്നൊക്കെ കളിയാക്കിയല്ലോ സന്ദേശം സിനിമയിൽ. അതുപോലെ പ്രതിക്രിയാവാതകങ്ങൾ ഇങ്ങനെ അടിച്ചുവിടുകയാണ്. അപ്പൊ ഈ ഗ്യാസിൽ കുറെ പേര് മയങ്ങിയോടെ വീഴും. പക്ഷെ ഇതിൽ നേരത്തെ നമ്മുടെ ഡോക്ടർ ജി പറഞ്ഞ പോലെ ഒരു വിഷയം ഇതിലുണ്ട്. അതായത് അധികാരം തുടർച്ചയായി കിട്ടണമെങ്കിൽ ഏത് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ, ഏത് സമുദായത്തെ പ്രീണിപ്പിച്ചാൽ അത് നടക്കുമെന്ന് അവരുടെ വിദഗ്ധന്മാർ കണ്ടെത്തി കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ടാണ് മതനിരപേക്ഷ വർഗ ബഹുജന എന്നൊക്കെ മാറ്റിയിട്ട് ഹിന്ദു വിരുദ്ധ വർഗ ബഹുജന പാർട്ടിയായിട്ട് CPM മാറിയത്. അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, ഹിന്ദു വിരുദ്ധമായി പറഞ്ഞ അമ്പലങ്ങളെ കളിയാക്കുക, അല്ലെങ്കിൽ ഹിന്ദു ദേവീ ദേവന്മാരെ കളിയാക്കുക, ഹിന്ദു ആത്മീയ ഗുരുക്കന്മാരെ കളിയാക്കുക, ഹൈന്ദവമായി ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കളിയാക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധം ചെയ്യുക, അവരെ വെട്ടിക്കൊള്ളുക, തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുക. ഇവരുടെ സംഘർഷം മുഴുവൻ എക്കാലത്തും ഹിന്ദു ജനതയുടെ സംഘടിത ശക്തിയോടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, വളരെ കാലം മുമ്പ് തന്നെ ഇവർ ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തോടു കൂടി, അതുവരെ CPM-ന് RSS-നോട് അത്ര വലിയൊരു വിരോധം ഉണ്ടായിരുന്നു ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല. RSS-ഉമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും, അല്ലെങ്കിൽ RSS-ഉമായിട്ട് ചേർന്ന് ഇന്ദിരയുടെ ആ കരി നിയമങ്ങൾക്കെതിരെ പോരാടാനൊക്കെ തയ്യാറായിരുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. ആ കാലത്ത് നിന്ന് പെട്ടെന്ന് ഇവർ ഒരു ഡൈവേർഷൻ എടുക്കുകയും ഇവർ മനസ്സിലാക്കി ഇവിടെ ഉള്ള വളരെ ശക്തമായ ധനികരെ ഹിന്ദുക്കൾ ഒരു ആൾക്കൂട്ടം മാത്രമാണെന്നും അവർക്ക് യാതൊരു ഐക്യവുമില്ലെന്നും മനസ്സിലാക്കിയ CPM ചെയ്തത്, ഏറ്റവും പ്രബലരായി ഐക്യപ്പെടുന്ന സംഘടനാ രൂപമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള മതത്തെ നന്നായി പ്രീണിപ്പിച്ചാൽ എല്ലാ കാലത്തും അധികാരത്തിൽ വരാമെന്നൊരു ചിന്ത അവർക്ക് പിടികൂടി. അതിന്റെ ഒരു ഏറ്റവും ഋണാത്മകമായ കാഴ്ച, മഹാരാജാസിലെ അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ അതൊരു ക്രൂരമായ നിന്ദ്യമായ കൊലപാതകമാണ്. ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നിന്ദ്യമായ ഒരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ചുറ്റും കൂടി നിന്ന് വിചാരണ ചെയ്ത് ഒറ്റക്കുത്തിനെ കൊല്ലുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭീകര പ്രവർത്തനം ഒരു ക്യാമ്പസിൽ നടന്നിട്ട് സ്വന്തം സഖാവ്, കുട്ടി സഖാവ് കൊല്ലപ്പെട്ടിട്ട് പോലും ഈ ചെറിയ മുദ്രാവാക്യങ്ങൾ, വർഗീയത തൊലയട്ടെ, നാളെ പുലരി ചുവക്കും, മറ്റന്നാൾ ഇടിവെട്ടും, ഇങ്ങനെയുള്ള ചില മൃദു മുദ്രാവാക്യങ്ങൾ കൊണ്ട് പ്രതിഷേധം ഒതുക്കി RSS-നെ നേരിടുന്ന പോലെ കൊലക്കത്തി പുറത്തെടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആളുകളും പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളുമാണ് ഇത് ചെയ്തതെങ്കിലും CPM അവരോട് ആശയപരമായി, ധനപരമായി എവിടെയൊക്കെയോ അടിമപ്പെട്ടു പോയിട്ടില്ലേ? അച്യുതാനന്ദൻ എന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ KEN കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന CPM-ന്റെ ഒരു താത്വിക ആചാര്യനുണ്ട്. അദ്ദേഹം പുറമെ മതനിരപേക്ഷനൊക്കെ ആണെങ്കിലും അടിസ്ഥാനപരമായി ഹിന്ദു വിരുദ്ധനാണ്. അത് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടതും. ഇസ്ലാമിസ്റ്റുകളുടെ, ജിഹാദികളുടെ ഒരു മൗത്ത് പീസ് ആണ് ഇപ്പോഴും ഈ KEN കുഞ്ഞഹമ്മദ്. ഒരിക്കലും അദ്ദേഹം ഇസ്ലാമിനെ ഇത്തരത്തിൽ വിമർശിക്കാൻ ധൈര്യപ്പെടാറില്ല, ഇസ്ലാമിസ്റ്റുകളെ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ കേട്ട, ഓണത്തിന് പിന്നെ പുളിശ്ശേരി ആവാമെങ്കിൽ കാളനാവാമെങ്കിൽ കാളയിറച്ചിയും ആവാം എന്നൊക്കെയുള്ള പ്രസ്താവന കേട്ടിട്ട് അച്യുതാനന്ദൻ പറഞ്ഞു, അത് ചില വർഗീയവാദികളുടെ മൂട് താങ്ങികളാണെന്ന് KEN-നെയൊക്കെ പരസ്യമായിട്ട് പറഞ്ഞൊരു അച്യുതാനന്ദൻ പിന്നെ ഒരിക്കലും അധികാരത്തിൽ തുടരാത്തത് രണ്ടു മതങ്ങളുടെയും ദുഷ്ടദൃഷ്ടി കിട്ടിയോണ്ടാണ്. കാരണം മൂന്നാറിൽ കുരിശു പൊളിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി, മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇസ്ലാമിസ്റ്റുകളെ പിണക്കി, ലവ് ജിഹാദിനെ തള്ളി പറഞ്ഞു. അച്യുതാനന്ദൻ ഒരു മതനിരപേക്ഷനായി പെരുമാറി, യഥാർത്ഥ CPM-കാരനായിട്ട് പെരുമാറിയപ്പോൾ അത് അപകടമാണെന്ന് കണ്ട വമ്പൻ ശക്തികൾ, വിശേഷ ജിഹാദി ശക്തികൾ, പാർട്ടിയിൽ ഇനി ഒരിക്കലും ഇദ്ദേഹം ഒരു തരത്തിലും ആരുമാവരുതെന്ന് തീരുമാനിച്ച് അതിന് പറ്റിയ ഒരാളെ വടക്കു നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് തന്നെയാണ് പിണറായി വിജയൻ. അവർക്ക് ഈ ടാക്ടിക്സ് മനസ്സിലായി കഴിഞ്ഞു. കേരളത്തിന്റെ കാറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അത് ഇസ്ലാമിക